നമസ്കാരം. പ്രധാന വാർത്തകൾ. രാജ്യവ്യാപക മോക്ക് ഡ്രില്ല് ഇന്ന്. കേരളവും സജ്ജം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നിർദ്ദേശിച്ച മോക്ക് ഡ്രില്ല് ഇന്ന് നടക്കും. തെരഞ്ഞെടുത്ത 244 ജില്ലകളിലടക്കം 259 സുപ്രധാന മേഖലകളിലാണ് മോക്ക് ഡ്രിൽ നടക്കുന്നത്. മെട്രോകൾ, ആണവ നിലയങ്ങൾ, തുറമുഖങ്ങൾ അടക്കം പ്രാധാന്യമനുസരിച്ച് 3 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. മോക്ക് ഡ്രില്ലിന് ആവശ്യമായ നടപടികൾ പൂർത്തീകരിച്ചതായി അതാത് സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർ അറിയിച്ചു. മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും പ്രത്യേക മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കേരളത്തിൽ കൊച്ചിയും തിരുവനന്തപുരവുമാണ് മോക്ക് ഡ്രില്ലിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. 54 വർഷത്തിന് ശേഷം ആദ്യമായാണ് ഇന്ത്യ രാജ്യവ്യാപകമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. പാക് പഞ്ചാബിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി മറിയം നവാസ്. ഇന്ത്യൻ മിസൈൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടാനും ഉത്തരവുണ്ട്. ഡോക്ടർമാരുടെയും മെഡിക്കൽ സ്റ്റാഫുകളുടെയും എല്ലാ അവധികളും റദ്ദാക്കിയിട്ടുണ്ട്. അവധിയിൽ പോയ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരെയും തിരികെ വിളിച്ചിട്ടുണ്ട്. ആശുപത്രികളും രക്ഷാസേവനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ ബഹവൽപൂർ, കോട്ലി, മുസാഫറാബാദ്, ബാഗ്, മുരിദ്കൈ എന്നീ സ്ഥലങ്ങളിൽ ഇന്ത്യൻ സൈന്യം വ്യോമാക്രമണം നടത്തിയതായി പാകിസ്ഥാൻ സൈന്യം സ്ഥിരീകരിച്ചതിന് ശേഷമാണ് പ്രഖ്യാപനം. തൃശൂർ പൂരത്തിനിടെ ആന വിരണ്ടോടി, 42 പേർക്ക് പരിക്ക്. ഊട്ടോളി രാമൻ എന്ന ആനയാണ് പരിഭ്രാന്തി സൃഷ്ടിച്ചത്. ആന വിരണ്ടതിന് പിന്നാലെ ഉണ്ടായ തിക്കിലും തിരക്കിലും 40-ലധികം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ചിലർ ആശുപത്രിയിൽ ചികിത്സ തേടി. പുലർച്ചെ 2:15 സംഭവം. ആനപ്പുറത്തുണ്ടായിരുന്ന 3 പേർ 15 മിനിറ്റോളം നിലത്തിറങ്ങാൻ കഴിയാതെ കുടുങ്ങി. നഗരത്തിലെ പാണ്ഡ്യ സമൂഹം മഠം MG റോഡിലേക്കുള്ള വഴിയിലൂടെയാണ് ആന വിരണ്ടോടിയത്. ഇത് അല്പസമയത്തേക്ക് സ്ഥലത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. എലിഫന്റ് സ്ക്വാഡ് ഉടൻ സ്ഥലത്തെത്തി ആനയെ നിയന്ത്രണ വിധേയമാക്കി. റവന്യൂ മന്ത്രി കെ രാജൻ കൺട്രോൾ റൂമിലിരുന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി. ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകി. മന്ത്രി ജില്ലാ ആശുപത്രി സന്ദർശിച്ചു. കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുടെ വീടിന് നേരെ ആക്രമണം. രക്തസാക്ഷി സ്തൂപവും തകർത്തു. മലപ്പുറം അടുവാപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് തളിപ്പറമ്പ് ബ്ലോക്ക് സെക്രട്ടറി PR സനീഷിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. യൂത്ത് കോൺഗ്രസ് സ്ഥാപിച്ച രക്തസാക്ഷി സ്തൂപവും തകർന്നിട്ടുണ്ട്. CPM പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ആക്രമണത്തിന് പിന്നാലെ CPM നേതാവും വാർഡംഗവുമായ ഷിനോജ് ഭീഷണി മുഴക്കിയെന്നും ആരോപിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ തിരിച്ചടിയല്ല, ലോകനിധി. പാകിസ്ഥാനിലെ തീവ്രവാദി കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ തിരിച്ചടിയല്ല, ലോകനീതിയായിട്ടാണ് കണക്കാക്കുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. നിരന്തരം ദ്രോഹിക്കുന്ന രാജ്യത്തെ ഭീകരവാദത്തെയാണ് നമ്മൾ അടിച്ചത്. ഇനി അത് ആവർത്തിക്കില്ല എന്ന ഉറപ്പുകൂടിയാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷ ഇതിൽ താക്കീത് നൽകുന്നതോടെ ആവർത്തിക്കില്ല എന്ന ഉറപ്പാണ് നൽകുന്നത്. തൃശൂർ പൂരം ആകാശത്ത് സിന്ദൂരം വിതറി. പാകിസ്ഥാനിൽ ഇന്ത്യയും സിന്ദൂരം വിതറി. ഇന്ത്യയുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനായി. പഹൽഗാം മാത്രമല്ല, ഇതിനു മുമ്പും ജവാന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിന് നിരന്തര അവസാനമുണ്ടാകണം. ഇതിലേക്ക് തന്നെയാണ് ഈ സ്ട്രൈക്ക് വഴി ശ്രമം നടന്നത്.